വക്രദൃഷ്ടി തുടരുന്നു. കോഴയല്ല പ്രശ്നം, കോഴ ചോർച്ചയിലാണ് BJPക്ക് പ്രശ്നം എന്ന് തോന്നുന്നു. കോഴ അന്വേഷിച്ച കമ്മീഷൻ അംഗങ്ങളാണ് ഒടുവിൽ കുറ്റക്കാർ. കോഴിക്കോട് നടന്ന പാർട്ടി ദേശീയ സമ്മേളനത്തിന് വ്യാജ രസീത് അടിച്ച് പണപ്പിരിവ് നടത്തിയതാണ് പുറത്തു വന്ന മറ്റൊരു സംഭവം. വിഷയം പുറത്തായതിനെ തുടർന്ന് കാരണക്കാരനെന്ന് സംശയിക്കുന്ന പ്രാദേശിക നേതാവിനെ പ്രവർത്തകർ കൈകാര്യം ചെയ്തു വിട്ടു. അപ്പോൾ അഴിമതിയല്ല പ്രശ്നം, അത് പുറത്തു പറയുന്നതാണ് പ്രശ്നം. ഇതുമായിട്ട് ഇവിടെ നിൽക്കുന്ന നിന്റെയൊക്കെ ജാട കാണാനല്ല, ഷോയ്ക്കല്ലേ ഇവിടെ വെച്ചിരിക്കുന്നത്. അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം കുലുമാൽ, പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ. തെണ്ടിക്കണം, എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പാട്ട എടുത്ത് തെണ്ടിക്കണം. എടാ, ഈ പരിപാടി ഞാൻ പ്ലാൻ ചെയ്തതാണെങ്കിൽ അതിന്റെ ചെലവ് വഹിക്കാനും എനിക്കറിയാം. ഇത് ആ ചെലവ് വഹിക്കാനുള്ളതല്ല, അറിയാം, നിനക്ക് വഹിക്കാനുള്ളതാണെന്ന് എനിക്കറിയാം. ഈ വ്യാജ റെസീറ്റ് വിവരം പുറത്തായത് ഈ കോളേജിൽ നിന്നാണ്, MHS കോളേജിൽ നിന്നാണ് ആ വ്യാജ റെസീറ്റിൻ്റെ വിവരം പുറത്തായെന്നാണ്. അപ്പോൾ ആ വിവരം പുറത്തുവിട്ടത് ഞാൻ വഴിയാണ് എന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് എന്നോട് വളരെ മോശമായിട്ട് പെരുമാറി. നല്ലൊരു തുക ഞങ്ങൾ മുതലാളിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കയ്യിൽ കാശുള്ളവർ കൈവളത്തി കാണിച്ചപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകും. മുതലാളിയുടെ 5-8 ബസ്സുകൾ പബ്ലിക് റോഡിൽ കൂടെ ഓടുന്നതാണ്. അതുകൊണ്ട് അല്ല, വല്ലവരും ബസ് തടയുകയോ ടയർ കുത്തി കയറുകയോ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുകയോ ഒക്കെ ചെയ്താൽ ഞങ്ങളുടെ സഹായം കാണത്തില്ല, അത്രയേ ഉള്ളൂ. ഞാൻ ചോദിച്ച എന്താ വിഷയം, എന്നോട് പറഞ്ഞു പിന്നെ നീയാണ് ഇവിടുന്ന് പിന്നെ ഈ വിവരം പുറത്തു കൊണ്ടുപോയത്. അതിൻ്റെ ഭാഗമായിട്ട് ഞാനും അതേപോലെ തന്നെ അക്കൗണ്ടൻറ്റ് വിനോദിനെയും വളരെ മോശമായ രീതിയിൽ ചീത്ത പറയുകയും എന്നെ മർദ്ദിക്കുകയൊക്കെ ചെയ്തു. 2:30 വരെ ഞങ്ങളെ റൂമിൽ നിന്ന് പുറത്തിറങ്ങാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പോലും അനുവദിക്കാതെ വല്ലാതെ ഉപദ്രവിച്ചു. ഞങ്ങൾക്ക് അധികം നേരേക്ക് സമയമില്ല, ഞങ്ങൾക്ക് പല സ്ഥലത്ത് പോകാനുള്ളതാണ്. കൂടുതലൊന്നും ചോദിക്കുന്നില്ല, ഒരു തുച്ഛമായ ഒരു 1000 രൂപ തന്നാൽ മതി. ബസ്സിന്റെ സുരക്ഷിതത്വത്തിനാണെന്ന് മാത്രം കരുതിയാൽ മതി. കോളേജിന് പോലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, പിന്നെ നാളെ മുതൽ അങ്ങനെ തുറക്കില്ല, ഇവിടെ 10,000-കണക്കിന് പ്രവർത്തകരുണ്ടാവും എന്ന രീതിയിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. ഒടുവിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാൻ പോലും സമ്മതിക്കാതെ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തുകയും കഴുത്തിന് പിടിച്ച് ചുമരോട് കൂട്ടിപ്പിടിച്ച് കൊന്നുകളയെന്ന് പറയുകയും ഒക്കെ ചെയ്തപ്പോഴേ അവർ നിർബന്ധിച്ചിട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങി. എന്തിനാ നാണിക്കുന്നത്? ഓശാരത്തിനല്ലോ, നല്ലോണം തെണ്ടിയിട്ടല്ലേ. മുഖ്യമന്ത്രിയെ കാണാതെ കണ്ട് PDPക്കാർ. ഇടവേളയ്ക്ക് ശേഷം ഒരു ഏതാനും മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുറത്ത് പോവുകയുണ്ടായി. PDPക്കാരുടെ ജയിലിൽ കഴിയുന്ന നേതാവ് അബ്ദുൽ നാസർ മദനിക്ക് മകൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാനുള്ള സുരക്ഷാ ചുമതല കയ്യിൽ നിന്ന് വഹിക്കണമെന്ന വിചിത്രമായ കൽപ്പനയാണ് നീതിപീഠത്തിൽ നിന്ന് പോലും ഉണ്ടായിരിക്കുന്നത്. വിചാരണ തടവുകാരൻ്റെ വിചാരണ വേഗത്തിലാക്കി അയാൾ അപരാധിയാണോ നിരപരാധിയാണോ എന്ന് വിധിക്കുന്നതിന് പകരം ഒരാളെ ജയിലിലിട്ട് വിചാരണ നീട്ടിക്കൊണ്ടു പോവുകയാണ് ദേശീയ അന്വേഷണ ഏജൻസി ചെയ്യുന്നത്. പറയാൻ വന്നത് മറ്റൊരു കാര്യമാണ്. സഹായം അഭ്യർത്ഥിച്ച് PDP നേതാവ് പൂന്തുറ സിറാജും കൂട്ടരും മുഖ്യമന്ത്രിക്ക് നിവേദനം കാണാൻ വന്നെങ്കിലും ഒന്ന് കണി കാണാൻ പോലും കിട്ടിയില്ല. പണ്ട് മദനിയെ പൊന്നാനിയിൽ CPM വേദിയിലിരുത്തി ആദരിച്ച മുഖ്യനെ ഇപ്പോൾ PDPക്കാർക്ക് പോലും കാണാൻ കിട്ടുന്നില്ല. മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. മുഖ്യമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കയറുന്നതിന് മുമ്പ് വളരെ അടിയന്തിരമായി മുഖ്യമന്ത്രിക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടുന്നത് ഉള്ളതുകൊണ്ട് ഒരു ഏതാനും മിനിറ്റിൻ്റെ ഒരു ഡിഫറൻസിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുറത്ത് പോവുകയുണ്ടായി. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇപ്പോൾ മുഖ്യമന്ത്രി ഇല്ലാത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി
എം വി ജയരാജനുമായി സംസാരിച്ചിട്ട് എം വി ജയരാജൻ്റെ ടെലിഫോണിലൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി അബ്ദുൽ നാസർ മദനിയുടെ യാത്ര അനിശ്ചിതത്വത്തിലായ കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് മുഴുവൻ കാര്യങ്ങളും ടെലിഫോണിലൂടെ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. இல்ல சார் கான்ஃபரன்ஸ் நடந்துகிட்டு இருக்கு. அது பரவாயில்ல, விஸ்வநாத் கூப்பிடுறதாக சொல்லுங்க. கான்ஃபரன்ஸ் பரவாயில்லையா? உடனடியாக நடவடிக்கை எடுக்க சொல்லு. சரி சரி பண்றியா? நான் நேரடியா அங்க வரேன், வந்து பேசுறேன். ഇക്കാര്യത്തിൽ അടിയന്തര നടപടി കർണാടക ഭരണകൂടം സ്വീകരിച്ച് ഒരു നയാ പൈസ പോലും ഡെപ്പോസിറ്റ് ചെയ്യാതെ നേരത്തെ കേരളത്തിലേക്ക് വന്നതുപോലെ അബ്ദുൽ നാസർ മദനിയെ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് വരുവാനുള്ള സാഹചര്യം കർണാടക ഭരണകൂടം ഒരുക്കിയില്ല എങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്ത് നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഞാൻ ഭയങ്കരനായ ഒരു വ്യക്തിയാണ്. എനിക്ക് ദേഷ്യം വന്നാലേ എന്നെ പിടിച്ചാൽ കിട്ടില്ല, ഞാൻ ചിലപ്പോൾ അള്ളി കീറും. മദനിയുടെ യാത്ര അനിശ്ചിതത്വത്തിലാക്കി കർണാടക ഭരണകൂടം തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ്. ഈ അഹങ്കാരവും ധാർഷ്ട്യവും ധിക്കാരവും മനുഷ്യത്വരഹിതമായ നിലപാടും ഒരു രീതിയിലും വെച്ചു പൊറിപ്പിക്കാൻ കഴിയില്ല. അതിശക്തമായിട്ടുള്ള പ്രതിഷേധ കൊടുങ്കാറ്റ് ഇതിനെതിരെ കേരളത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരുമില്ലെന്ന്. ദോഷം പറയരുതല്ലോ. മുഖ്യമന്ത്രി പീഡിപ്പിക്കാരെ കണ്ടില്ലെങ്കിലും മദനിയുടെ സുരക്ഷയൊരുക്കാൻ കേരളം തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. വിചാരണ തടവുകാരുടെ സുരക്ഷാ ചെലവിനും നാം നമ്മുടെ നികുതിപ്പണം തന്നെ നൽകണോ? വക്രദൃഷ്ടി അവസാനിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.